ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ഈ കൃഷിക്കാരന് ഒത്തിരി കൃഷികളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയാവോ? പാവല്, പടവലം, അച്ചിങ്ങ, തക്കാളി ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരു പാവൽത്തോട്ടം ഉണ്ടായിരുന്നു. ആ പാവൽത്തോട്ടത്തിൽ ഒത്തിരി പാവയ്ക്കുണ്ടായിരുന്നു. ഒത്തിരി പച്ചക്കറികളൊക്കെ ഉണ്ടായപ്പോൾ കുറേയെല്ലാം പറിച്ചു കൊണ്ടുപോയി തലയിൽ ചുമന്നുകൊണ്ട് പോയി കടയിൽ കൊണ്ടുപോയി കൊടുത്തു കാശ് വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാവയ്ക്ക മാത്രം ഇങ്ങനെ വലുതായി വരിക. അപ്പം കൃഷിക്കാരൻ പറഞ്ഞ്, അയ്യോ ഇത്രയും വലിയ പാവയ്ക്കോ, എന്നാൽ ഈ പാവയ്ക്ക പറിക്കണ്ട, നമുക്ക് വലുതായിട്ട് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കുരുവെടുത്ത് നമുക്ക് അടുത്ത കൃഷി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പാവയ്ക്ക പറിച്ചില്ല. അങ്ങനെ ഈ പാവയ്ക്ക പറിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. കുറേ ദിവസം കഴിയുമ്പം ഈ പാവയ്ക്ക പഴുത്തപ്പോൾ ചേട്ടനുണ്ടായെന്നറിയാമോ? ആ പാവയ്ക്ക പറിച്ചെടുത്ത് ഭയങ്കര വെയിറ്റ് ആ പാവയ്ക്കയ്ക്ക്. വീട്ടിൽ കൊണ്ടുവന്നു. പത്തിയ പാവയ്ക്ക ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞ് ഉണ്ടല്ല. ആ കുഞ്ഞിനെ എടുത്ത് അവർ വളർത്തി. അങ്ങനെ വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ സ്കൂളിൽ ചേർത്തപ്പോൾ എല്ലാവർക്കും അറിയാം ആ കൊച്ചു എവിടുന്നാ വന്നത്? പാവയ്ക്കകത്ത് അല്ലേ? പാവയ്ക്കാന്ന് വിളിച്ചിരുന്നു, പാവയ്ക്കകത്ത്. അപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേരും പാവയ്ക്ക കൊച്ചേന്ന് വിളിച്ചു. അപ്പോൾ കൊച്ചിന് സങ്കടം വന്നു. ആ കൊച്ചു കരഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞു, അച്ഛനെ പാവയ്ക്ക കൊച്ചെന്ന് പറഞ്ഞു. അത് സാരമില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. വലുതായി കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ വീണ്ടും എല്ലാവരും പാവയ്ക്ക കൊച്ചേന്ന് വിളിച്ചു. അപ്പോൾ കൊച്ചു പറഞ്ഞു, കൊച്ചിനോട് ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഞാൻ പാവയ്ക്കകത്തുനിന്ന് ഉണ്ടായതെന്നൊന്നും കൊച്ചു പറഞ്ഞില്ലായിരുന്നു. അവസാനം ഇങ്ങനെ എന്താണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, മോള് പാവയ്ക്കകത്തുനിന്നാണ് ഉണ്ടായത്. ഞാൻ പാവയ്ക്ക പൊട്ടിച്ച് നോക്കിയപ്പോൾ പാവയ്ക്കകത്ത് കൊച്ചിരുന്ന് വെച്ച് അങ്ങനെയാണ് ഈ കൊച്ചുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പിന്നെ എല്ലാവരും പാവയ്ക്ക കൊച്ചെന്ന് വിളിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ വിളിക്കുന്നവർക്കുണ്ടല്ലോ, ആ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു, നാളെ മോളെ വിളിക്കുന്നവർക്ക് ഒരു മിഠായി കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചി എല്ലാ ദിവസവും കൊച്ചു മിഠായി കൊണ്ടുപോകും. പാവയ്ക്ക കൊച്ചെന്ന് വിളിക്കുന്നവരെ ഉണ്ടല്ലോ, ഈ കൊച്ചു വഴിയും ഒരു മിഠായി കൊടുക്കും. അങ്ങനെ ആ കൊച്ച് എല്ലാവർക്കും ഇങ്ങനെ വിളിക്കുന്നവർക്കൊക്കെ മിഠായി കൊടുത്ത് അപ്പോൾ അവർ ഓർത്തു, അയ്യോ എനിക്ക് മിഠായി തന്നെ കൊച്ചല്ലേ, ഇനി അങ്ങനെ വിളിക്കണ്ട. അങ്ങനെ ആ കൊച്ച് നല്ല സ്നേഹമുള്ള നല്ല കൂട്ടുകാരെ